ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്കൈ സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസ്യു കോളേജിന് മുൻപിലുള്ള SS ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. സ്പോർട്സ് ഗുഡ്സ്, ട്രോഫി, മൊമെന്റോസ്, ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ്, ഷട്ടിൽ റാക്കറ്റ്, സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. സ്കൈ സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ, ചേലക്കര. CPI-യും അഖിലേന്ത്യാ കിസാൻ സഭയും സംയുക്തമായി കേന്ദ്ര സർക്കാരുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ തിരുവില്ലാമല പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ധർണയും നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന കൃഷിക്കാരിൽ ഏതാണ്ട് 2% ആളുകൾ കുത്തക കൃഷിക്കാരും ബാക്കി മഹാഭൂരിപക്ഷം വരുന്ന 85% വരുന്ന ആളുകൾ 2 ഹെക്ടറിൽ താഴെ വരുന്ന ഭൂമി കൈവശം വെച്ച പാവപ്പെട്ട കൃഷിക്കാരുമാണ്. ഈ പാവപ്പെട്ട കൃഷിക്കാരാണ് ഇന്ന് ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നത്. കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന നയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായി ഏതാണ്ട് 2% വരുന്ന കുത്തകകൾ ഉൾപ്പെടെ 85% വരുന്ന ഏറ്റവും പാവപ്പെട്ടവരായ 2 ഹെക്ടറിൽ താഴെ കൃഷി ചെയ്യുന്ന ആളുകൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കാർഷിക മേഖലയെ ഒരു ഉപജീവന മാർഗമായി കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ദേശീയ അടിസ്ഥാനത്തിൽ അത്തരം പ്രശ്നങ്ങൾ കർഷകരാകെ നേരിടുമ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 45 കോടി രൂപ ചെലവഴിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി വയനാട് സന്ദർശനം നടത്തിയത്. പ്രധാനമന്ത്രി വയനാട് സന്ദർശനം നടത്തി പുനരധിവാസ ക്യാമ്പുകളിലെല്ലാം ചെന്നു. അവിടെയുള്ള കുട്ടികളെ മടിയിലിരുത്തി താലോലിക്കുന്ന ചിത്രങ്ങളൊക്കെ മാധ്യമങ്ങൾ ലോകവ്യാപകമായി പ്രചരണം നടത്തി. എന്തൊരു ഔദാര്യപൂർവ്വം, എന്തൊരു സ്നേഹപൂർവ്വമാണ് നമ്മുടെ പ്രധാനമന്ത്രി കുടുംബാംഗങ്ങളോടും കുട്ടികളോടും ഒക്കെ പെരുമാറിയത്. കാരുണ്യവാനാണ്, എല്ലാവരോടും സ്നേഹമുള്ളവനാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി, ലോകവ്യാപകമായ പ്രചരണം നടത്തി. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്കെല്ലാം എല്ലാ ആവശ്യങ്ങളും ഗവൺമെന്റ് കൂടെയുണ്ട്, നിർവഹിക്കും എന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ വാരിച്ചൊരിഞ്ഞാണ് 2 ദിവസം വയനാട്ടിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി തിരിച്ചുപോയത്. പക്ഷേ തിരിച്ചുപോയി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും ഇന്നേ വരെ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് അവിടെ ദുരന്തം നേരിട്ട ആളുകൾക്ക് ഒരു ചില്ലി പൈസ പോലും കൊടുത്തില്ല എന്നുള്ള ഏറ്റവും ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ കൃഷിക്കാർ ഇന്ന് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുക, കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. ദുരന്തം നടന്നപ്പോൾ ഒരു വിനോദസഞ്ചാരിയെ പോലെ വയനാട് സന്ദർശിച്ച് ഫോട്ടോഷൂട്ട് നടത്തുക മാത്രമാണ് നരേന്ദ്രമോദി ചെയ്തതെന്നും കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് അനങ്ങാപ്പാറ നയമാണ് കേന്ദ്രം കാണിക്കുന്നതെന്നും CPI നേതാക്കൾ ആരോപിച്ചു. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. കുത്താമ്പുള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് തിരുവില്ലാമല പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. KR സത്യൻ, കിസാൻ സഭ നേതാക്കളായ സുന്ദരൻ കുത്താമ്പുള്ളി, രാജൻ പാറയിൽ, CPI മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ മധു ആനന്ദ്, ശരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, തിരുവില്ലാമല. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.